ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നത്. നമുക്ക് തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. പുളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഒരു സബോളയും തക്കാളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് തീയൊന്നും കത്തിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് അരിഞ്ഞും എടുക്കാം, ചോപ്പറിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ചോപ്പറിലാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് ഒരു മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി കേട്ടോ. തൈരും ഉണ്ടെങ്കിൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ. ഇതുപോലെ മീഡിയം സൈസ് 2 സവോള എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആദ്യമേ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇടുമ്പോൾ ഇതുപോലെ 2ആയിട്ട് കണ്ടിച്ചത്. നിങ്ങൾക്കിത് ചോപ്പർ ഉണ്ടെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞടിച്ചാൽ മതി കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ടിട്ടാണ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒക്കെ കറക്റ്റ് നമുക്ക് പകുതി ചോപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയും കൂടി ഇതിലേക്ക് ഇടാവേ. അപ്പം ഞാൻ ഇത് ആയിട്ടില്ല. നമുക്ക് ഒരു തക്കാളി, ഇതുപോലെ ഒരു തക്കാളി വേണം. വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ ഒരെണ്ണമാണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാവേ. ഇതായിട്ടില്ല. ഞാൻ പകുതി കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. 2 പച്ചമുളക്, നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. ചെറിയ 2 പച്ചമുളക്. ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഒരു കഷ്ണം പുളി ഇത്രയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ നല്ല വൃത്തിക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് വേണ്ട. അപ്പം ഇത് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം 2 കരിയാപ്പലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ അരിയുവാണെങ്കിൽ ആദ്യം സബോള കുരുകുരാന്നരിഞ്ഞ്, തക്കാളി കുരുകുരാന്നരിഞ്ഞ്, പച്ചമുളക് അരിഞ്ഞു, ഇച്ചിരി പുളിയും കൂടി ഇടുക. എന്നിട്ട് പുളിയും കൂടി ഇട്ട് നമ്മൾ കൈ കൊണ്ട് ഞെരടും. ആ സമയമാണ് പുളി ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതാകുന്നത് കൊണ്ടാണ് ഞാൻ ചോപ്പറിനകത്തോട്ട് ഇട്ടത്. നമുക്ക് ഒന്നുകൂടെ കരിയാപ്പില ഇട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയാൽ മതി. ഇപ്പോൾ ആയിട്ടിരിക്കുവാണിത്. ഒക്കെ റെഡി ആയിട്ടാണ്. ഞാനിതൊരു ബൗളിലേക്ക് ഇടുവാണ്. ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളിനി ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവേ. ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട് ഉപ്പ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. കൂട്ടുകാരെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ, അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം. കൂട്ടിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എണ്ണയും കൂടെ ഒഴിച്ച ശേഷം നമ്മൾ നല്ലോണം ഈ കൈ കൊണ്ട് ഞെരടണം കേട്ടോ. ഈ പുളിയെല്ലാം ഇതിലേക്ക് യോജിക്കത്തക്ക ഇതിൽ നല്ലോണം കൈ കൊണ്ട് നല്ല ഞെരടി ഈ പുളിയെല്ലാം കൂടെ കണ്ടോ. നമ്മൾ അരയുമ്പോൾ അരയാത്ത പുളിയെല്ലാം കൂടെ അരഞ്ഞ് ഇതിലേക്ക് യോജിക്കണം. കൈ കൊണ്ട് തന്നെ ഇളക്കണം കേട്ടോ. രുചി വരത്തുള്ളൂ ഇതിന് കണ്ടോ. കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ആ പുളിയും തക്കാളിയും എല്ലാം കൂടെ അത് കറക്റ്റ് അളവാണ് കേട്ടോ. അല്ല ഒത്തിരി പുളിയൊന്നും കൂടത്തില്ല. അപ്പം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും വേണം. ഇപ്പം എന്ത് പെട്ടെന്ന് നമുക്ക് തീയൊന്നും കത്തിക്കണ്ട. പെട്ടെന്ന് ഒരു കറി വെക്കാനായിട്ട് ഒരു മുട്ട ഓംപ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറുണ്ടാകും കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റാ.